നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദന നൽകിയ ബന്ധം ഏതാണ്? ആ ബന്ധത്തിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചത്? സ്നേഹം, അംഗീകാരം, സുരക്ഷിതത്വം. എന്നാൽ നിങ്ങൾക്ക് എന്താണ് ലഭിച്ചത്? വേദന, അവഗണന, നിരാശ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആഗ്രഹിച്ചത് ലഭിക്കാത്തത്? കാരണം നിങ്ങൾ ആ ബന്ധത്തിൽ പ്രവേശിച്ചത് ഒരു യാചകനെ പോലെയാണ്. നിങ്ങൾക്ക് സ്വയം സ്നേഹം നൽകാൻ കഴിയുമായിരുന്നില്ല. നിങ്ങൾക്ക് സ്വയം അംഗീകാരം നൽകാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങളത് മറ്റുള്ളവരിൽ നിന്ന് യാചിച്ചു. യാചകർക്ക് ഒരിക്കലും ബഹുമാനം ലഭിക്കില്ല. അവർക്ക് തരുന്നത് മാത്രമേ ലഭിക്കൂ. എന്നാൽ നിങ്ങൾ ആ ബന്ധത്തിൽ പ്രവേശിച്ചത് ഒരു രാജാവിനെ പോലെയായിരുന്നെങ്കിൽ, സ്വയം സ്നേഹം നിറഞ്ഞ്, സ്വയം അംഗീകാരം നിറഞ്ഞ്, എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ബഹുമാനവും സ്നേഹവുമായിരുന്നു. ഈ വ്യത്യാസം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കണ്ണാടിയിൽ നോക്കൂ. ആ മനുഷ്യൻ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്, അതേസമയം നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്തും. നിങ്ങൾ സ്വയം സ്നേഹിക്കാൻ പഠിച്ചാൽ ലോകം നിങ്ങളെ സ്നേഹിക്കും. നിങ്ങൾ സ്വയം ബഹുമാനിച്ചാൽ ലോകം നിങ്ങളെ ബഹുമാനിക്കും. നിങ്ങൾ സ്വയം വിലമതിച്ചാൽ ലോകം നിങ്ങൾക്ക് വില നൽകും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും നിങ്ങളുടെ സെൽഫ് ഇമേജിൻ്റെ പ്രതിഫലനങ്ങളാണ്. ഇത് ഞെട്ടിക്കുന്ന ഒരു സത്യമാണ്. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കാത്ത ആളുകളെ നിങ്ങൾ ആകർഷിക്കും. നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ അപമാനിക്കുന്ന ആളുകളെ ആകർഷിക്കും. കാരണം നിങ്ങൾ അയക്കുന്ന ഊർജം അതാണ്. ഞാൻ വിലയില്ലാത്തവനാണ് എന്ന ഊർജം. ആ ഊർജം നിങ്ങളെ പിന്തുടരുന്നു. നിങ്ങളൊരു പുതിയ ജോലിക്ക് പോകുന്നു. അവിടെ നിങ്ങളെ ബോസ് മോശമായി പെരുമാറുന്നു. നിങ്ങൾ പറയുന്നത് ബോസ് ഒരു മോശം മനുഷ്യനാണെന്നാണ്. എന്നാൽ സത്യം, നിങ്ങൾ നിങ്ങളോട് തന്നെ മോശമായി പെരുമാറുന്നതിൻ്റെ പ്രതിഫലനമാണ് ആ ബോസ്. നിങ്ങളുടെ ഉള്ളിലെ വിമർശകൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ആ ബോസ് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ ആ ശബ്ദത്തെ അടിച്ചമർത്തിയിരുന്നു. എന്നാൽ പ്രപഞ്ചം അത് നിങ്ങൾക്ക് പുറത്തുനിന്ന് കേൾപ്പിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ആന്തരിക വിമർശകനെ സ്നേഹിക്കാൻ പഠിക്കുമ്പോൾ മാത്രമേ പുറത്തെ വിമർശകരും ഇല്ലാതാകൂ. സമ്പത്തും ദാരിദ്ര്യവും ഈ നിയമത്തിന് വിധേയമാണ്. നിങ്ങൾ നിങ്ങളെ ഒരു ദരിദ്രനായി കാണുന്നു. ആ ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഉറച്ചുപോയിരിക്കുന്നു. നിങ്ങളൊരു ലോട്ടറി അടിക്കുന്നു. പക്ഷേ ആ പണം നിങ്ങളുടെ സെൽഫ് ഇമേജുമായി പൊരുത്തപ്പെടുന്നില്ല. നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ പണത്തെ ഒരു ഭീഷണിയായി കാണുന്നു. അത് ഉടൻ തന്നെ ആ പണം നശിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്തുന്നു. മോശം നിക്ഷേപം, അനാവശ്യ ചിലവ്, വിശ്വാസവഞ്ചന. എന്തെങ്കിലുമൊന്ന് സംഭവിച്ച് ആ പണം പോകുന്നു. നിങ്ങൾ തിരികെ പഴയ അവസ്ഥയിലേക്ക് വരുന്നു. നിങ്ങൾ ആശ്വസിക്കുന്നു. കണ്ടില്ലേ, ഞാൻ പറഞ്ഞത് ശരിയായി. ഞാനൊരു ദരിദ്രൻ തന്നെയാണ്. ഇതാണ് സൈക്കോ സൈബർനെറ്റിക്സിന്റെ സത്യം. നിങ്ങളുടെ ആന്തരിക ചിത്രം മാറാതെ ബാഹ്യ യാഥാർത്ഥ്യം മാറില്ല. ഈ ചിത്രം മാറ്റാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നിങ്ങളുടെ ഉള്ളിലെ ശബ്ദത്തെ ശ്രദ്ധിക്കുക. അതെന്താണ് പറയുന്നത്? നീ പരാജിതനാണ്, നിനക്ക് കഴിയില്ല, നീ അർഹനല്ല. ഈ ശബ്ദം നിങ്ങളെ നിയന്ത്രിക്കുന്നു. നിങ്ങൾ ഈ ശബ്ദവുമായി താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു. ഈ ശബ്ദത്തെ വെല്ലുവിളിക്കുക. എന്നിട്ട് പുതിയൊരു ശബ്ദം സൃഷ്ടിക്കുക. ഞാൻ വിജയിയാണ്, എനിക്ക് കഴിയും, ഞാൻ അർഹനാണ്. ഈ പുതിയ ശബ്ദം ആവർത്തിച്ച് കേൾപ്പിക്കുക. ഇതാണ് ഓട്ടോ സജഷൻ, നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പുനഃപ്രോഗ്രാം ചെയ്യുന്ന പ്രക്രിയ. പരാജയമെന്നത് ഒരു സംഭവമല്ല, ഒരു മനോഭാവമാണ്, ഒരു വിശ്വാസമാണ്, ഒരു സെൽഫ് ഇമേജാണ്. നിങ്ങളൊരു പരാജയം നേരിട്ടാൽ അതിനെ ഒരു സംഭവമായി മാത്രം കാണുക, ഒരു പാഠമായി കാണുക. ഒരിക്കലും അതിനെ നിങ്ങളുടെ ഐഡന്റിറ്റിയാക്കി മാറ്റരുത്. ഞാൻ പരാജയപ്പെട്ടു എന്നത് ഒരു സംഭവമാണ്. ഞാനൊരു പരാജിതനാണ് എന്നത് ഒരു വിശ്വാസമാണ്. ഈ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വിജയികൾ പരാജയങ്ങളെ സംഭവങ്ങളായി കാണുന്നു. അവർ അതിൽ നിന്ന് പഠിക്കുന്നു, മുന്നോട്ടു പോകുന്നു. പരാജിതർ പരാജയങ്ങളെ ഐഡന്റിറ്റിയാക്കുന്നു. അവർ അതിൽ കുടുങ്ങിക്കിടക്കുന്നു. ഈ വ്യത്യാസം മനസ്സിലാക്കുക. നിങ്ങൾ നേരിടുന്ന ഓരോ പരാജയവും നിങ്ങളുടെ സെൽഫ് ഇമേജിനെ പരീക്ഷിക്കുന്ന ഒരവസരമാണ്. ആ അവസരത്തിൽ നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത്? വളർച്ചയോ സ്തംഭനമോ? ഈ തിരഞ്ഞെടുപ്പാണ് നിങ്ങളുടെ വിധി. ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ലെന്ന് വിശ്വസിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ഒരു ചെറിയ ജോലി ചെയ്ത് ജീവിച്ചു. അയാൾ സ്വയം സ്നേഹിച്ചിരുന്നില്ല, സ്വയം ബഹുമാനിച്ചിരുന്നില്ല. അയാളുടെ സെൽഫ് ഇമേജ് ഒരു പരാജിതന്റേതായിരുന്നു. ഒരു ദിവസം അയാൾ മാക്സ്വെൽ മാൾസിന്റെ പുസ്തകം വായിച്ചു. അയാൾ മനസ്സിലാക്കി തന്റെ ജീവിതം തകർന്നത് പുറത്തെ സാഹചര്യങ്ങൾ കൊണ്ടല്ല, ഉള്ളിലെ ചിത്രം കൊണ്ടാണെന്ന്. അയാൾ സ്വയം മാറാൻ തീരുമാനിച്ചു. ദിവസവും കണ്ണാടിയിൽ നോക്കി സ്വയം സ്നേഹം പ്രഖ്യാപിച്ചു. തന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞു. പുതിയ കാര്യങ്ങൾ പഠിച്ചു. ചെറിയ ചെറിയ വിജയങ്ങൾ നേടി. ഓരോ വിജയവും അയാളുടെ സെൽഫ് ഇമേജിനെ ശക്തിപ്പെടുത്തി. വർഷങ്ങൾക്ക് ശേഷം അയാൾ ഒരു വലിയ ബിസിനസ്സുകാരനായി മാറി. ഇത് ഒരു കഥയല്ല, ഇത് ഒരു സാധ്യതയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിന് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഉള്ളിലെ ശത്രുവിനെ തിരിച്ചറിയണം.
കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ആ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കണം. ആ മനുഷ്യനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്ത്. ആ മനുഷ്യനെ സ്നേഹിക്കാതെ നിങ്ങൾക്ക് ലോകത്തെ സ്നേഹിക്കാൻ കഴിയില്ല. അവനെ വിശ്വസിക്കാതെ ലോകത്തെ വിശ്വസിക്കാൻ കഴിയില്ല. അവനെ വിജയിപ്പിക്കാതെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല.